അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ടു ഷാൻസ് വേൾഡ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇത് മസാല ദോശയാണ്. അതിന് മുന്നേ ആയിട്ട് മസാല ദോശക്ക് ദോശ ബാറ്റർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു നാഴി മീൻസ് ഒരു ഗ്ലാസ് പച്ചരി, അതിലോട്ട് ഒരു 1/4 ഗ്ലാസ് പുഴുങ്ങല്ലരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറ് വെക്കാൻ യൂസ് ചെയ്യില്ലേ, സാധാ നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരി കേട്ടോ. അത് പിന്നെ അതിലേക്കൊരു അര ഗ്ലാസ് ഉഴുന്ന് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുതിർത്തി വെച്ചതാണ് തലേ ദിവസം. പിന്നെ ഒരു ബൗളിൽ കുറച്ച് ചോറും, അതായത് ഒരു അരയല്ല 1/4 ഗ്ലാസ് ചോറും കൂടെ കൂട്ടിയിട്ട് 2 ബാച്ചായിട്ട് അരച്ചെടുത്തതാണ്. എന്നിട്ട് ഇതിൽ ഉപ്പും പിന്നെ നിങ്ങൾക്ക് ഇതൊന്ന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇത് പൊന്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ തേങ്ങാവെള്ളം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊന്തി കിട്ടും. അത് നിങ്ങൾ എങ്ങനെയാണോ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ആ ഒരു രീതിയിൽ വെക്കുക. അല്ലെങ്കിൽ ചിലർ ഓവൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ് ഓൺ ആക്കി ഇട്ടിട്ട് രാത്രി വെക്കാറുണ്ട്, ചിലർ ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കാറുണ്ട്. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. ഇനി നമുക്കതിന് വേണ്ട, അത് തലേ ദിവസം ചെയ്തു വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് മസാല ദോശയല്ലേ, അപ്പോൾ നമുക്ക് അതിന് വേണ്ട മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 4 സവോള എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ക്യാരറ്റ് ഇതുപോലെ ഒരു ട്രയാങ്കിളായിട്ട് നേരിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു 2 പച്ചമുളക് കുനുകുന അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതും അരിഞ്ഞതാണ്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ എന്താ വേണ്ടത്, പിന്നെ നമ്മുടെ പൊട്ടാറ്റോ, അതായത് ഉരുളക്കിഴങ്ങ്, അതൊരു 4 ഉരുളക്കിഴങ്ങ് കഴുകി തൊലി കളഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങും 4 ഉരുളക്കിഴങ്ങും അതുപോലെ ഈ 4 സവോളയും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇൻഗ്രീഡിയൻസ് അതും കൂടെ ഇട്ട് കൊടുക്കുക. ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അത്രയ്ക്കുള്ള വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതൊരു ഉപ്പേരി പരുവത്തിലാണ് നമുക്കിത് ആയി കിട്ടേണ്ടത്, ഓവറായിട്ട് വെള്ളമാവാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേനും അതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് വേറൊരു സ്റ്റൗ ടോപ്പിൽ വേറൊരു പാത്രം ഇതുപോലെ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മുടെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ ടൈപ്പ് മസാല ദോശയല്ല കേട്ടോ, ഇത് വേറൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറ്, എൻ്റെ ഉമ്മ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരൊക്കെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു. നമ്മൾ ആ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുള്ള അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അതിൽ വെള്ളം ആവശ്യത്തിന് അത് വേവാൻ വേണ്ട വെള്ളം മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. നമുക്ക് വറ്റിച്ചെടുക്കാനുള്ള വെള്ളമൊന്നും അതിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ചേർത്തപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യാണ്ടാണ് നമ്മൾ അതിലിട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം അത് നന്നായിട്ട് വെന്തതിന് ശേഷം അതൊന്ന് ആ കുക്കർ തുറന്നിട്ട് ഒരു തവി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളൊരു പാൻ വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എത്ര വലിയ തവ നമ്മുടെ കയ്യിലുണ്ടോ അതിനനുസരിച്ച് അത്രയും വലുതായിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ട് ദോശ മാവ് പരത്തിയെടുത്തു. എന്നിട്ട് നമ്മൾ ഏത് ചട്ടകമാണോ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളിൽ അത് ഇതുപോലെ ഇങ്ങനെ നമ്മളൊന്ന് ഒപ്പാക്കി കൊടുക്കണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗമൊന്നും വേവില്ല. കാരണം ഇത് മറിച്ചിടുന്നില്ല, നമ്മൾ ഈ ദോശ മറിച്ചിടാണ്ടാണ് വേവിക്കുന്നത്, മീൻസ് തിരിച്ചിട്ട് കൊടുക്കാണ്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഈ സമയത്ത് നമുക്ക് നെയ്യോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് സിമ്മിലാക്കി വെക്കുക. അപ്പോൾ ഇതേ ഇവിടെ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ആ ഒരു മസാല നമ്മൾ ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഇത് ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയാണ്, കാരണം ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നില്ല, അങ്ങനെ തന്നെ കിടന്നിട്ട് വെന്ത് വരുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു എല്ലാ ഭാഗങ്ങളും ഒരേപോലെ നമ്മൾ അതൊരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ വടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് നന്നായിട്ട് മൊരിഞ്ഞിരിക്കുന്നൊരു ദോശയാണ് കേട്ടോ, പേപ്പർ പോലെ ഇരിക്കും, കണ്ടില്ലേ. അപ്പോൾ എന്നിട്ട് അതിൽ മസാല ഇട്ടിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. അപ്പോൾ ഇനി അങ്ങനെ ഓരോ ദോശ നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ ഈ ദോശ ചുടുന്ന സമയത്ത് നമ്മൾ ആൾ റെഡി ആയിട്ട്, ഇപ്പോൾ കഴിക്കാനുള്ള ആൾ റെഡി ആയിട്ട് ടേബിളിൽ വന്നിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ചൂടോടുകൂടി കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. ആ ദോശയുടെ ഒരു മൊരിഞ്ഞ ആ ഒരു ടേസ്റ്റും ഒക്കെ കൂടിയിട്ട് നമുക്ക് അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ മസാല ദോശ. അപ്പോൾ ഇത് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് അല്ല, വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, പിന്നെ പറയുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ട് പറയുക.